അവർ ജേണി വ്ളോഗിന്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഇന്ന് അച്ഛനമ്മയ്ക്ക് പകരം ഞങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പൊ അച്ഛൻ നമ്മൾ എങ്ങോട്ട് പോകണം? നമ്മളിന്ന് പോണത് അൽഖുദ്ര എന്ന് പറഞ്ഞ ലേക്കൊക്കെയാണ്. അവിടെ ഒരു 3-4 ലേക്കുകളുണ്ട്. ആ ലേക്കുകള് ഞങ്ങള് ഓരോന്നായിട്ട് വഴിയെ കാണിക്കാം. നമ്മളിപ്പോ അൽഖുദ്ര ബോർഡിന്റെ അവിടെ എത്തി. നമ്മുടെ പ്രേക്ഷകർക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ സൈൻ ബോർഡ് കാണിക്കുന്നത്. ജസ്റ്റ് അതിന് വേണ്ടി നിർത്തി. എക്സിറ്റ് 35 കേട്ടോ, അതായത് 611 ബൈപ്പാസ് റോഡിന് വരെ എമിറേറ്റ്സ് റോഡിനാണ് ആ സൈൻ ബോർഡാണ് ഞങ്ങൾ കാണിക്കുന്നത്. എക്സിറ്റ് 35 കുതിരക്കുള്ള റോഡാണ്. നമ്മൾ ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ പറയാം. ഞങ്ങളിപ്പോ ഈ പറയുന്ന കുതിരക്കുള്ള റോഡ് കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഈ റോഡ് അരയിലേക്ക് പോകാൻ പറ്റും. ഈ റോഡ് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഫാൻ സ്ക്വയർ. നമുക്ക് അങ്ങോട്ട് പോകണ്ട, നമുക്ക് ലെഫ്റ്റ് പോകാം. ഇവിടെ ഒരുപാട് അരണ്യങ്ങളുണ്ട്. അരണ്യങ്ങളൂടെ ഉണ്ട്. ആവശ്യമൊന്നും പറയാനില്ലേ? പറയാനില്ലേ? ഇവിടെ ആൾക്കാർക്ക് ഞങ്ങള് നല്ലൊരു പ്ലേസ് നോക്കി അനുസരിക്കാണ് ഭക്ഷണം നമ്മള് വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നേക്കണത്. അതില് പ്രത്യേകം ഒന്നുമില്ല. ഒരു ചോറ്, ഒരു ബീഫ് കറി, മോര്, അത്തുള്ള അച്ചാറും. അല്ല, ഭക്ഷണം കഴിച്ചാലും ഭക്ഷണം നമ്മൾ കഴിക്കുന്നതിന്റെയും ഒക്കെ ഇട്ടിട്ട് ചോറ്, ബീഫ് കറി, അച്ചാറ്, പിന്നെ ലെമനപ്പ് നമ്മളെ അപ്പൊ ഇതൊക്കെയാണ്. പിന്നെ പ്ലേറ്റ്, കുടിക്കാനുള്ള വെള്ളം അവിടെ വെച്ചിട്ടില്ല. സെൽഫ് സർവീസ് ആണ്. സെൽഫ് സർവീസ് ആയാലും ആശി വിളമ്പി എല്ലാവർക്കും കൊടുക്കുന്നത്. ഇവര് നില വരുമ്പോ കൊണ്ടുവന്നതാണ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച്. ആശയുടെ എല്ലാവർക്കും വിളമ്പുണ്ട്. സെൽഫ് സർവീസ് ആണെങ്കിൽ സമയം കിട്ടുമ്പോ ലൈഫ് എൻജോയ് ചെയ്യാം. നാളേക്കൊന്നും മാറ്റി വെക്കരുത്. അന്നത്തെ ദിവസം അടിപൊളിയായിട്ട് ജീവിച്ചു എല്ലാവരും. നാളെ പറ്റി ചിന്തിക്കാൻ പാടില്ല. ഇന്നത്തെ ജീവിതം അടിപൊളിയാക്കുക. അതായത് ബി ഹാപ്പി ആയിട്ട് എല്ലാവരും ഇരിക്കുക. നാളെ ആരുണ്ടാവുക എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്ന് കാണുന്നവരെ നമുക്ക് നാളെ കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അതാണ് നമുക്ക് ഭൂമിയിൽ ഏറ്റവും ചെയ്യുന്ന നല്ലൊരു കാര്യം. എന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതുകൊണ്ട് അടിപൊളിയായിട്ട് ജീവിക്കുക. അതാണ് എന്റെ ഇത്. നാളെ പറ്റി ചിന്തിക്കാറില്ല. ഉള്ളത് അടിപൊളിയായിട്ട് വീട്ടിലേക്ക് കാശ് ചോദിച്ചാലും വരാൻ പാടില്ല. കൊടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട് ഉള്ളതുകൊണ്ട് അടിപൊളിയായിട്ട് ജീവിക്കുക. അതിനുണ്ടോ സൂപ്പർ. ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇവര് മത്സരത്തിലാ. കാരണം കംപ്ലീറ്റ് തീർക്കണം പരിപാടിയില്ല. ഒരു 3 കൂടിയിട്ട് ഞാനങ്ങനെ ഭക്ഷണം അങ്ങനെ വലിച്ചു വരുത്തുന്ന കൂട്ടത്തിലല്ല. ടേസ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ കഴിക്കും, അല്ലെങ്കിൽ ഒരു മീഡിയം. അല്ലേ ഫിനിഷൊക്കെ മെനക്കെട്ടിരിക്കുക ഈ ചൂടിൻ്റെ ഉള്ളിൽ. വലിയ ചൂട് എന്ന് പറയാൻ പറ്റില്ല.
ഇത് ഞാൻ കഴിഞ്ഞ വർഷം മേടിച്ച തൻ്റെ കേട്ടോ. കഴിഞ്ഞ വർഷം റാസൽ കൈമ ഫയർ വർക്ക് കാണുമ്പോൾ വാങ്ങിച്ചത്. അതിനുശേഷം ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ഈ കാണാൻ എൻ്റെ വണ്ടി കേട്ടോ. അത് ഞാൻ കാണിച്ചിട്ടില്ല. അതൊരു പഴയ വണ്ടിയാണ് കേട്ടോ. 2003 മോഡൽ ക്യാമറ. നല്ല വണ്ടിക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. ഉണ്ടല്ലേ, ഞാൻ 4ാമത്തെ വണ്ടിയോടെ UAE വന്നിട്ട് വണ്ടിയാണ് ഇത്. ഈ വണ്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ക്യാമറ. എന്ത് രസാലേ. നമ്മൾ കഴിഞ്ഞ തവണ വന്നിട്ട് ഇത്ര കണ്ടിട്ടില്ല. അത്ര കണ്ടിട്ടില്ല. കഴിഞ്ഞ തവണ 2 തവണ മുന്നേ വന്നിട്ട് അപ്പുറം കണ്ടിട്ടില്ല. നമ്മള് ഇന്ന് എത്ര അധികം കണ്ടിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. നമ്മുടെ നാട്ടിലായാലും ഒരു ദിവസം ഒരു ഫാമിലി ഒന്ന് എൻജോയ് പറ്റിയ സ്ഥലം തന്നെ. ദുബായിന് ഏകദേശം ഒരു എത്ര കിലോമീറ്റർ ഉണ്ടാവും? തണുപ്പ് സമയം വന്നു കഴിഞ്ഞാൽ ഒരു ദുബായിന്ന് ഒരു 50-60 കിലോമീറ്റർ അത്ര കാണുള്ളൂ. 50-60 കിലോമീറ്റർ മാക്സിമം കാണുള്ളൂ. ഓക്കെ, ഒരുപാട് ഫാമിലീസ് വരുന്നുണ്ട് ഇവിടെ. മൊത്തത്തില് സൂപ്പറാ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ആ ഷേപ്പ്. അപ്പൊ നമുക്ക് സംഭവം കാണാൻ പറ്റില്ലെങ്കിലും ശരിക്കും കാണാൻ പറ്റാത്ത സ്കൈ വ്യൂ കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതാണ് അതിന്റെ ഷേപ്പ്. ഇത് ദുബായിലെ ഏരിയ കേട്ടോ. ഞാൻ തെറ്റിദ്ധരിച്ച് ഇരിക്കുന്നത് മറ്റേ ദുബായിന്റെ 60 കിലോമീറ്റർ ഉണ്ട് അല്ലെങ്കിൽ റൂട്ടിലാണ്. അപ്പൊ ഇത് അബുദാബി ഏരിയ ഞാൻ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ കറക്റ്റ് എഴുതിയിട്ട് ദുബായ് മുനിസിപ്പാലിറ്റി ഒരു ദുബായിലെ ഏരിയ ആണ് കേട്ടോ. പിന്നെ ലവ് എന്താ പറയാ ലവ് ലേക്ക്, സോറി ലവ് ലേക്കിന്റെ ആ പിക്ചർ ഇവിടെ കറക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. തരാം എന്താ വളരെ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് എന്റെ ആ ലവ് ലേക്കിന്റെ ചിഹ്നം, സിമ്പിൾ. ദുബായ് പബ്ലിക് പാർക്ക്, ദുബായ് മുനിസിപ്പാലിറ്റി. ഞങ്ങളങ്ങനെ ലവ് ലേക്കില് എത്തി. ഇതാണ് ലവ് ലേക്കിന്റെ എൻട്രി ഭാഗം. ഞങ്ങളങ്ങനെ ലവ് ലേക്കിക്ക് കിടക്കാൻ പോവാണ് പറഞ്ഞത്. ഇതാണ് അങ്ങനെ ലവ് ലേക്ക് പാർക്ക് സൗകര്യം ഉണ്ട് കേട്ടോ. അവിടെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം. ലവിന്റെ ഷേപ്പില്ലേ എടുക്കാൻ പോയി ഫോട്ടോസ് സ്ഥലത്തേക്ക് ആ ചട്ടുമാർക്ക് വന്നോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോ ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടായില്ല. അപ്പൊ ഈ പ്രാവശ്യം വന്നപ്പോഴാണ് ഇങ്ങനൊക്കെ ഒരു പുതിയൊരു സംഭവം പോലെ ഉണ്ടായിരുന്നത്. നമുക്ക് സ്കൈ വ്യൂലാണ് സംഭവങ്ങളൊക്കെ കാണാൻ പറ്റാം. പിന്നെ ഇതിങ്ങനെ ഒരു സംഭവം ഇത്ര സെറ്റപ്പ് ഉണ്ടായില്ല. ഇപ്പോഴാണ് എല്ലാം സെറ്റപ്പ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. സൺസെറ്റ് അതിമനോഹരമായി ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ. അത്ര മനോഹരമായി കൊണ്ട് കാണാൻ പറ്റും സൺസെറ്റ്. ഇവിടെ കഫ്തീരിയ ഒക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ പേര് ചോദിച്ചിട്ടുണ്ട്, ലവ് ആൻഡ് കേഫ്. നല്ല വിശാലമായ പാർക്കിംഗ് ഉണ്ട്. വിശാലമായ പാർക്കിംഗ് അല്ലെങ്കിൽ പോലും ചെറിയ പാർക്കിംഗ്. അത്യാവശ്യം വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൂടി ഉണ്ട്. ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. ബൈ ബൈ.